പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ രഞ്ജി ട്രോഫിയിൽ ചരിത്രത്തിലാദ്യമായി ഫൈനലിൽ കടന്ന് കപ്പ് ചുണ്ടിനിടയിൽ വെച്ച് നഷ്ടപ്പെട്ട നമ്മുടെ കേരള ടീമിലെ ചുണക്കുട്ടികൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നാഗ്പൂരിൽ നിന്നും KCയുടെ വിമാനത്തിലാണ്, പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സച്ചിൻ ബേബിയും ടീമും ആരാധകർക്ക് നടുവിലേക്ക് വന്നിറങ്ങുകയാണ്. ഉയർത്തിക്കാട്ടുന്നത് റണ്ണേഴ്സ് അപ്പ് ട്രോഫിയാണ്. ചരിത്രത്തിലേത് ആദ്യമായിട്ടാണ് കേരള ടീം റണ്ണേഴ്സ് അപ്പ് ട്രോഫി ഉയർത്തുന്നത്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു. അരുൺ സോളമൻ, തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ആവേശകരമായ സ്വീകരണമാണല്ലേ കേരളത്തിന്റെ ചുണക്കുട്ടികൾക്ക് ഒരുക്കുന്നത്? സഞ്ജു സാംസനെയും കാണാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അരുൺ, ഏറെ ആവേശകരമായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ അവരുടെ വരവിനെ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 മണിക്കൂറുകൾ ഇവിടെ നമ്മൾ വന്നു നിൽക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു. അതിന്റെ ഏറ്റവും പരിസമാപ്തിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സഞ്ജു സാംസൺ അല്ല, പറഞ്ഞോളൂ, തുടർന്നോളൂ. എക്കാലത്തെയും ഒരു സ്വപ്നം തന്നെയായിരുന്നു. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു നേട്ടമാണ് റണ്ണേഴ്സ് അപ്പായിട്ട് രഞ്ജി ടീമിൽ ഇപ്പോൾ കേരളം ഇടം പിടിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സന്തോഷം അത് സംസ്ഥാനമൊട്ടാകെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ തലസ്ഥാനത്തേക്ക് പറന്നെത്തുമ്പോൾ നാളെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഇപ്പോൾ ഒരു പ്രസ് മീറ്റിനോട് ഏറ്റവും ഒടുവിൽ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമോദിക്കുകയാണ് ഈ ടീം അംഗങ്ങളെ അടക്കം. ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള നേട്ടത്തിലേക്ക് അപ്പുറം ഏറ്റവും ഈ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ വമ്പന്മാരായിട്ടുള്ള ടീമുകളെയൊക്കെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തേരോട്ടമാണ് കേരള രഞ്ജി ടീം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് നോക്കൌട്ട് മത്സരങ്ങളിലൊക്കെയും ഏറ്റവും സുഖമായിട്ട് വിജയിച്ച് മുന്നേറുന്ന കാഴ്ച കണ്ടു. ക്വാർട്ടറിലും സെമിഫൈനലിലൊക്കെയും അത്തരത്തിലുള്ള നേട്ടമാണ്. വമ്പന്മാരായിട്ടുള്ള കാശ്മീരിനെയും അതുപോലെ തന്നെ ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള ടീമുകളെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ പ്രതികരണത്തിലേക്ക് കൂടി പോകാൻ ഇത് അവസാനിച്ചിട്ടില്ല. ഇതൊരു ബിഗിനിങ് മാത്രമാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇതിലും വലിയൊരു ട്രോഫി ആയിട്ട് നമ്മൾ അടുത്ത സീസണിൽ വരും. ഇതിപ്പോ നമ്മുടെ രഞ്ജി ട്രോഫി കഴിഞ്ഞു, നാട്ടിലേക്ക് വരുമ്പോൾ വലിയ സ്വീകരണം. അപ്പോൾ നമ്മൾ എന്താണ് തോന്നുന്നത് ഈ നിമിഷം നാട്ടിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ? വളരെ വളരെ സന്തോഷം. കാരണം ഇങ്ങനത്തെ ഒരു വെൽക്കമിങ് കിട്ടുമ്പോൾ എനിക്കും നമ്മുടെ ടീമിനൊക്കെ വളരെ സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് നമുക്ക് ഒരു രഞ്ജി ട്രോഫി വിൻ ചെയ്യാത്തതിൽ. ബട്ട് ഐ ആം വെരി പ്രൗഡ്. നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനെ കുറിച്ചും നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന് വലിയൊരു നന്ദി ഇങ്ങനത്തെ വലിയൊരു സ്വീകരണം നൽകിയതിൽ. ഇത് മാത്രമല്ല, ക്രിക്കറ്റ് ആരാധകർ കേരളം മുഴുവൻ, ക്രിക്കറ്റ് കാണാത്തവർ പോലും ഈ സീസൺ രഞ്ജി ഇരുന്ന് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും ഒക്കെ കണ്ടു. അപ്പോൾ കേരളം മുഴുവൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുകയാണ്. അത് തിരിച്ചറിയുന്നില്ലേ? പിന്നെ അതെ, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ആ ഫൈനൽ എത്തിയപ്പോഴാണ് നമ്മൾ രഞ്ജി ട്രോഫിയുടെ അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അറിഞ്ഞത്, എത്രയും ആൾക്കാർ ഫോളോ ചെയ്യണമെന്ന് അറിഞ്ഞത്. അതിൽ വളരെ സന്തോഷം. ഇനിയും നമ്മൾ കേരള ക്രിക്കറ്റിനെയും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരെയും നമ്മൾ പ്രൗഡാക്കും. ഇതിലും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. സന്തോഷത്തിനപ്പുറത്തേക്ക് മറ്റെന്താ പറയാനുള്ള? അല്ല, നമ്മൾ ചെറിയ സങ്കടമുണ്ട് നമുക്ക് ആ ഒരു റണ്ണേഴ്സ് അപ്പ് ആയാൽ. പക്ഷേ എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ്. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ഫൈനൽ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് അവിടെ പോയി വിൻ ചെയ്ത് രഞ്ജി ട്രോഫി ആ ഒരു ഡൊമസ്റ്റിക് കപ്പ് നമുക്ക് കേരളത്തിലോട്ട് ഇതുപോലെ കൊണ്ടുവരണം തന്നെയാണ്. ഫോട്ടോ കാണണം, കപ്പ് കിട്ടിയ തീർച്ചയായിട്ടും. ഗോഡ്